10 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടുള്ള പ്രസ് മീറ്റ് നടത്തുന്ന സമയത്താണ് ഇങ്ങനെ നഖവും വിളിച്ചുകൊണ്ട് ഒരു IPS കാരി ഇരുന്നുകൊണ്ട് ഇളിക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ചിരിക്കണം, ഏത് സിറ്റുവേഷനിൽ ചിരിക്കണ്ട, ഭരിച്ചു കാണിക്കണം. വിജയ് ഇപ്പം കാണിക്കുന്നത് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. GR തൊട്ടിട്ട് അയാൾ നിന്ന് കൺവേർട്ട് തുടങ്ങി കരുണാനിധി എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ജയലളിത, അത് കഴിഞ്ഞിപ്പോൾ TV വിജയ്ക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അവരുടെ ബ്രാഞ്ച് ഇപ്പോൾ കേരളത്തിലും വരും. പക്ഷേ ഇവരൊക്കെ ഭരിച്ചു കാണിക്കണം. വിജയ് ഇപ്പം കാണിക്കുന്നത് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. കാരണം ആ പോലീസ് ഒരു സ്ത്രീ ഒരു റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ സിറ്റുവേഷൻ പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിക്കില്ല, ഇളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ IPS എന്ന് പറയും. അയാൾ കൃത്യമായിട്ടുള്ള ശിക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ചിരിക്കണം, ഏത് സിറ്റുവേഷനിൽ ചിരിക്കണ്ട. 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടുള്ള പ്രസ് മീറ്റ് നടത്തുന്ന സമയത്താണ് ഇങ്ങനെ നഖവും വിളിച്ചുകൊണ്ട് ഒരു IPS കാരി ഇരുന്നുകൊണ്ട് ഇളിക്കുന്നത്. ചിരിക്കല്ല പറയുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ മുഖ്യമന്ത്രി അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആളുകൾ പോലീസുകാർ വന്നിട്ട് ആൾക്കാരെ തല്ലി ചതച്ചിട്ട് പറയണത് രക്ഷാപ്രവർത്തനമായിരുന്നു. വാട്ട് നോൺസെൻസ്. ഇതൊക്കെ കഴിഞ്ഞു. കാരണം അതാണെന്ന് ഇപ്രാവശ്യം ഉത്തരം കൊടുത്തിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയ ഉത്തരവാണത്. നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കാൻ ജനങ്ങൾ പച്ചക്കങ്ങ് ഒഴുങ്ങില്ല. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ആ കാലം കഴിഞ്ഞ് ഇന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. വോട്ടെന്നുള്ളത് നിങ്ങൾ പറയുന്നവർക്ക് മാത്രം കൊണ്ടുപോകുന്നതല്ല. അവർ ചെറുപ്പക്കാർ